ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പണിക്കാരുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ ചോറും കറിയും വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തക്കാളി തേങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ മൊത്തത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങമ്പാടെ ചിരവിയെടുക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ചിരവുമ്പോൾ കുറച്ച് തേങ്ങ ചിരവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ഞാൻ എന്താ കരുതി ഒരു കുറച്ചൊക്കെ ചിരവിയിട്ട് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സ്പൂൺ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ തേങ്ങയൊക്കെ ചിരവി കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് അടുപ്പൊന്ന് കത്തിച്ച് ചട്ടി അടുപ്പിൽ വെച്ചിട്ടോ, പിന്നെ ഒരു മൺചട്ടിയാണ് ഞാൻ വെച്ചത്. ആ ചട്ടി അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടിയും വെച്ചിട്ട് ഞാൻ തേങ്ങ വറുക്കാൻ വെച്ചിട്ടോ. അപ്പോൾ അപ്പുറത്ത് ഉള്ളി വഴറ്റാനും ഇട്ടു, ഇപ്പുറത്ത് തേങ്ങ വറുത്തും കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് തക്കാളി ഒന്ന് പിന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് കുറച്ച് വയന്ത് കിട്ടിയാൽ പിന്നെ നമുക്ക് അതൊന്ന് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി നേരത്തെ തന്നെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അരിയാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ അരിയുമ്പോൾ നമ്മളെ കത്തിക്ക് വലിയ മൂർച്ച ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ തല തിരിച്ചിട്ടാണോ കത്തി പിടിച്ചിട്ടുള്ളത് നോക്കുകയാണ്. അപ്പോൾ തല തിരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ശരിക്കും കത്തിക്കും നല്ല മൂർച്ച ഒന്നുമില്ല. തക്കാളി അരിയണത് കനം കൂടുതലായിട്ടാണ് അരിയണത്. കാരണം എന്താ വിചാരിച്ചാൽ കത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും ഒരു കനം കമ്മിയായി കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ മൊത്തത്തിൽ അരിഞ്ഞു കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ അതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പോയിട്ടോ, രണ്ടും പാടെ നിന്നാൽ കരിയും പറഞ്ഞിട്ട്. അപ്പോൾ അതാക്കണ് ഏകദേശം തേങ്ങ ഒക്കെ വറുത്ത് വന്നിട്ടുണ്ട്, ഉള്ളിയും വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ കറിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തേങ്ങയും കൂടെ വറുത്തരച്ച് പറഞ്ഞാൽ കറിയും റെഡിയാവും. അപ്പോൾ തേങ്ങ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഞാൻ അരക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇനി തേങ്ങ നമുക്ക് കറിക്കുമ്പാടെ ഒഴിച്ചു കൊടുത്താൽ കറി അപ്പോൾ റെഡിയായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുണ്ട് കേട്ടോ, മുട്ട പൊരിക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കറിക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം പാടെ ചേർത്തിട്ടാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ കറി ഇതാക്കുന്നത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇമ്മ കുറച്ച് നാരങ്ങ ഇട്ടിരുന്നു കേട്ടോ, അച്ചാറിട്ട് വെച്ചിരുന്നു. അപ്പോൾ നാരങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നു കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. അതും അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കാന്താരി മുളകും ഒക്കെ പാടെ കൂടിയിട്ടാണ് അച്ചാറിട്ട് വെച്ചത്. പിന്നെ കുറച്ച് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. കുറച്ച് കുരുമുളക് പൊടി ഉപ്പും പാടെ ചേർത്തിട്ട് ഞാനത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ മുട്ട പൊരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ മുട്ട പൊരിച്ചപ്പോൾ പിന്നെ വലിയൊരു പാത്രം ആയതുകൊണ്ട് തന്നെ തീയൊന്നും ശരിക്കും എത്താത്ത മാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതാക്കുന്ന എങ്ങനെയൊക്കെ വേവിച്ചെടുത്തു. അപ്പോൾ തിരിച്ച് മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊട്ടി പോകുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് മടക്കി എടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്തിട്ടാണ് കേട്ടോ വേവിച്ചത്. അങ്ങനെ അതാക്കുന്ന കറി ഒരു തൂക്കുപാത്രത്തിലാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് അച്ചാർ ഒരു ചെറിയൊരു ബോക്സിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുട്ട പൊരിച്ചതുണ്ട്, അപ്പോൾ അതൊരു ബോക്സിലാക്കി അടച്ച് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇനി ഇത് ഉമ്മേറ്റും കൊണ്ടുപോയി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ പോകണില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എത്രക്കുള്ളും ടാറ്റാ.